കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരും കേട്ടോ. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയായിരുന്നു, അതിൻ്റെ തിരക്കുകളൊക്കെയാണ്. എന്തായാലും നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്നിട്ടൊന്ന് പ്രദക്ഷിണം ചെയ്ത് വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് നമുക്ക് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെയും കണ്ട് തൊഴുത് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ ആ കൊടിമരവും അതിൻ്റെ മുന്നിലുള്ള വലിയ ബലിക്കല്ലും അതേപോലെ മുകളിലേക്ക് നോക്കിയ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ സ്വർണം കെട്ടിച്ചത്, അതിൻ്റെ നടുക്കുള്ള മഹാലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ആ വാതിൽപ്പടി അങ്ങോട്ട് കയറുകയാണ്. അങ്ങനെ കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ കിടാവിളക്കൊക്കെ കാണാം. വലത്തെ വശത്തെ ആദ്യത്തെ തൂണും നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ തൂണും നോക്കിയിട്ട് നമുക്ക് തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ ആ ചതുർബാഹുവായ നാരായണ വിഗ്രഹത്തിൽ ഉണ്ണിയുടെ കളഭാലങ്കാരം കാണാൻ എന്ത് രസം എന്നറിയോ. അങ്ങനെ നോക്കി വരുമ്പോൾ ഒരു ആലിലയാണ് കാണുന്നത്. ആലില നല്ല ആലിലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കളവ് ചന്ദനമൊക്കെ ആയിട്ട് ഇങ്ങനെ ആലില നന്നായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മുടെ പൊന്നുണ്ണിയുടെ വലത്തെ കാലും ഇടത്തെ കാലും ഒക്കെ, വലത്തെ കാലിൻ്റെ പെരുവിരലിങ്ങനെ ഉണ്ണാൻ ഉള്ള ശ്രമത്തിലാണ്. ഇടത്തെ കാലിൻ്റെ കാൽപാദത്തിൽ ആ കാൽത്തളകൾ കാണുന്നു, വലത്തെ കാലിൻ്റെ കാണുന്നു. അതേപോലെ 2 കൈ കൊണ്ടും കൂടിയും വലത്തെ കൈയും ഇടത്തെ കൈയും കൂടിയും കൂട്ടിയിട്ട് ഉണ്ണിയുടെ കാൽപാദത്തിൽ പെരുവിരലിങ്ങനെ ഉണ്ണാനുള്ള ശ്രമത്തിലാണ്. അതിലൊക്കെ രസം എന്താ വെച്ചാൽ ഉണ്ണി കോണം കൊടുത്തിട്ടില്ല, അതാണ് ഏറ്റവും രസം. എന്താ രസം എന്നറിയോ, അതിനൊന്നും നേരം ഉണ്ടായിട്ടില്ല എന്ന്. അപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള നിലയ്ക്കേ ഉണ്ണാൻ നിൽക്കുകയാണ്, വിശക്കുകയാണ് ഉണ്ണിക്ക് എന്ന് പറഞ്ഞിട്ട്. ഇന്ന് വേണേ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ കാലിൻ്റെ പെരുവിരലിങ്ങനെ ഉണ്ണാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ്. ആ ചിരിയുണ്ട് മുഖത്ത്. മാറത്ത് ഒരു മാങ്ങാമാലയും ഒരു വളയം പോലത്തെ മാലയും കാണാനുണ്ട്. അതേപോലെ കൈവളകളും തോൾവളകളും കാണാനുണ്ട്. തിരുനെറ്റിയിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 3 പീലി ഇങ്ങനെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. തിരുമുടിമാല 2 ഉണ്ട്. എന്താ വെളുത്ത പൂവും തുളസിയും കൂടി ഉള്ളതൊന്നും, തെച്ചിയും തുളസിയും കൂടി ഉള്ളതൊന്നും. അങ്ങനെ പിന്നെ 2 ഉണ്ടമാലകൾ. അത് എങ്ങനെ വെച്ചാൽ ഒന്ന് വെളുത്ത പൂവ് മാത്രം, പിന്നെ ഒന്ന് വെളുത്ത പൂവ് തെച്ചി തുളസിയായിട്ടുള്ള, അങ്ങനെയുള്ള 2 ഉണ്ടമാലകളും 2 തിരുമുടിമാലകളും ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിയൊക്കെ നന്നായിട്ട് കാണാനുണ്ട്. കോണൊടുക്കാത്ത ഉണ്ണി എന്ത് രസമാണ്. അതിന് ചെന്ന് വാരി എടുക്കാൻ തോന്നും. അതേപോലത്തെ അനുഭവം. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 4-5 ഉണ്ടമാലകളുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട തുളസിയും പിന്നെ തെച്ചിയും ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഉണ്ടമാലകളും. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്നങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലെത്തി എന്നുള്ള ആ ഒരു ഇത് നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളോട് കൂടെ എത്തും. അങ്ങനെ അവിടുന്ന് തൊഴുതിറങ്ങിയ നേരെ അഗ്നികോളിലുള്ള ബലിക്കല്ലും അതേപോലെ വലിയ തിടപ്പള്ളിയൊക്കെ കണ്ട് പിന്നെ ഇങ്ങനെ ചോരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ അല്ലക്കണ്ണനെ അവിടെയും കാണാം. അതിനുശേഷം ഗ്രില്ലിന് അപ്പുറത്തേക്ക് സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് ഗണേശനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതിയിലേക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പോകുന്ന കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി ആ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴാം. പിന്നെ അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ട് തൊഴുത് ആ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന നരസിംഹസ്വാമിയെ കാണാം. അതും കണ്ട് തൊഴുത് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ വന്ന് മുരുകനെയും കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് തൊഴുത് പ്രാർത്ഥിക്കാം.
ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പിന്നീട് ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഓവിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം തൊട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയാൽ ഓവിൻ്റെ അവിടുന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയാൽ താമരക്കണ്ണനെ കാണാം. കൽപ്പകവൃക്ഷത്തിൽ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നമ്മൾ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നീട് ആ മണിക്കിണറും ഭഗവാന്റെ നൃത്താറയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ കുറൂരമേനെയും നാരദരെയും മേൽപ്പത്തൂരിനെയും അതേപോലെ വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് ഇങ്ങനെ പോരാം. അങ്ങനെ അമ്മയുടെ അടുത്ത് എത്തിയിട്ട് അമ്മയെ കണ്ട് തൊഴുക, പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടുന്ന പോലെ മനസ്സിൽ വിചാരിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ ആ പൊന്നുണ്ണിക്കണ്ണനെ ആലിലയിൽ കിടക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് നേരെ കൂത്തമ്പലത്തിൽ വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് നമസ്കരിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ പ്രദക്ഷിണം ചെയ്ത് അവിടുന്ന് ഇങ്ങനെ വന്ന പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. അതിനുശേഷം ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലും വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കി തൊഴുത് തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തിൻ്റെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.